ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ചവ്വരി വെച്ചിട്ടൊരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ചവ്വരി 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊന്നും നമ്മൾ അരിപ്പിക്കാത്ത ഊറ്റി കളഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഞെക്കി നോക്കുവാണെങ്കിൽ ചവ്വരിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും നകക്കെ വെള്ളം ഒഴിച്ചിട്ട് വെക്കണം. പിന്നെ അത് നമ്മൾ ആ വെള്ളം അരിപ്പിക്കാത്ത എടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വേണം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത് ഒരു 100 ഗ്രാം ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ മീഡിയം സൈസ് 2 പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കടലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന റോസ്റ്റ് ചെയ്ത കടലയാണ്. ഇതുപോലത്തെ ഈ കടല നമ്മളൊരു 1/2 കപ്പ് ഇത് പൊടിച്ച്, തീരെ പൊടിയാക്കല്ല, ഇതുപോലെ ചെറിയ പീസായിട്ടിരിക്കുന്നത് പോലെ മതിയാവും. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴായിരിക്കും ചവ്വരി കൊണ്ടുള്ള വട ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഒരു സവോള, മീഡിയം സൈസ് സവോള നല്ലപോലെ പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 2 കറിവേപ്പില, ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതെല്ലാം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒരു ഇത്തിരി എണ്ണമയം ഒന്ന് തൂത്തിട്ട് വേണം നമ്മൾ വടയുടെ ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 5 മിനിറ്റ് നമ്മൾ ഉരുട്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഫാനിൻ്റെ കീഴിൽ ഒന്ന് വെക്കണം. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴായിരിക്കും എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചവ്വരിയൊക്കെ ഒന്ന് തുറന്നു പോകും. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ വടയുടെ ഷേപ്പിൽ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ഒന്ന് ഫാൻ ഓണാക്കി ഫാനിൻ്റെ താഴെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വടക്കങ്ങ് എണ്ണയിലിടുമ്പോൾ ഇത് ചവരിയൊക്കെ ഒന്ന് തുറന്നു പോവാതിരിക്കും. അപ്പോൾ നമുക്കെല്ലാം ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം വടയെല്ലാം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാനിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാകും. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്ന് വടയൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ 2 സൈഡ് നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഈ വടയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വടയൊക്കെ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ പാകം മതിയാവും. അപ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് ഇതെടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ. നമുക്കിതെല്ലാം എണ്ണയ്ക്കകത്തൊന്ന് എടുക്കാം. അതുപോലെ നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന വടയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചവ്വരിയും കൊണ്ടുള്ള വടയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കെച്ചപ്പ് കൂട്ടിയൊക്കെ കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് കമൻറ്റൊക്കെ അറിയിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.